ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നു മുതൽക്ക് നമുക്കിനിയും ദേവി മഹാത്മ്യത്തിലെ 4-ാമത്തെ അധ്യായമാണ് ഒന്ന് വിചാരം ചെയ്യുവാനുള്ളത്. അമ്മയൊക്കെ വേണ്ട വിധത്തിൽ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 അധ്യായങ്ങളിലായിട്ട് നമുക്കറിയാം, അമ്മയുടെ മഹിഷാസുര വധം വരെയുള്ള ചരിതമാണ് നമ്മളെ കൊണ്ട് വിചാരം ചെയ്യിപ്പിച്ചത്. നമുക്കറിയാം, ത്രിമൂർത്തികളുടെയും ദേവന്മാരുടെയും ഒക്കെ ശരീരത്തിൽ നിന്നുത്ഭവിച്ച തേജസ്സിൽ നിന്നും ജനിച്ച ചാമുണ്ഡാദേവി, ദേവിയുടെ അവതാരോദ്ദേശ്യം തന്നെയും മഹിഷാസുര വധമായിരുന്നു. അങ്ങനെ മഹിഷാസുര വധമൊക്കെ നടത്തി എന്ന ആ കഥ, അമ്മയുടെ ആ ഒരു രാജസ പ്രഭാവത്തെ, രജോഗുണ പ്രധാനമായിട്ടുള്ള 3 ഗുണങ്ങളും അമ്മയിൽ തന്നെ നിക്ഷിപ്തമാണ്. അതിൽ രാജസ പ്രഭാവത്തോടു കൂടിയുള്ള ഈ ഒരു മഹിഷാസുര വധം എന്ന അമ്മയുടെ ലീല, അമ്മയുടെ ആ മഹാമായ പ്രഭാവം സുമേധസ് എന്ന് പറയുന്ന മഹർഷി സുരഥ രാജാവിനും സമാധി എന്ന വൈശ്യനും പറഞ്ഞതിന് ശേഷം പിന്നീട്, അതായത് ഈ മഹിഷാസുര വധത്തിന് ശേഷം പിന്നീട് അവിടെ എന്താണ് നടന്നത് എന്നാണ് വിവരിക്കുന്നത്. ഈ മഹിഷാസുരൻ്റെ വധത്തിന് മുൻപ് നമുക്കറിയാം, പ്രബലരായ അസുരന്മാരൊക്കെയും ദേവന്മാരെ വല്ലാതെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ദേവന്മാർക്കൊക്കെയും പുറത്തിറങ്ങി അങ്ങനെ അവരുടെ ജീവിതം കഴിച്ചിരുന്നത് തന്നെ ഒളിച്ചും പതുങ്ങിയുമൊക്കെയായിരുന്നു. അവർക്ക് പുറത്തിറങ്ങി സ്വൈരമായി വിഹാരം നടത്താനൊന്നും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഹിഷാസുര വധം നടന്നു, അമ്മ അത് നിർവഹിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ ദേവന്മാരെല്ലാവരും, അതേപോലെ മറ്റുള്ള മഹർഷിമാർ, പിന്നെ അതുപോലെ തന്നെ 12 ആദിത്യന്മാർ, പിന്നെ മറ്റുള്ള അഷ്ടവസുക്കൾ, അശ്വിനി ദേവന്മാർ തുടങ്ങി എല്ലാവരും, 11 രുദ്രന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഇടത്ത് ഒത്തുകൂടിയിട്ട് അവരൊക്കെ ദേവിയെ വേണ്ടുവോളം സ്തുതിച്ചു. അവിടം മുതൽക്കാണ് ഇന്ന് നമ്മൾ ഈ ഒരു അധ്യായം തുടങ്ങുന്നത്. ശക്രാധികൃത ദേവീസ്തുതി. ദേവീസ്തുതിയാണ് ഇതിൽ മുഖ്യമായും പ്രതിപാദിക്കുന്നത്. നമുക്ക് 4-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ദേവ്യായയാ തദമിദം ജഗദാത്മശക്ത്യാ നിശേഷദേവഗണശക്തി സമൂഹമൂർത്തിയാ താമംബികാമഖിലദേവമഹർഷിപൂജ്യാം ഭക്ത്യാ നതാസ്മ വിദധാതു ശുഭാനി സാനഃ. ദേവ്യായയാ തദമിദം ജഗദാത്മശക്ത്യാ. ദേവ്യാ തതഃ ഇദം എന്ന് പറഞ്ഞാൽ അനന്തരം ഇപ്രകാരം ആ ദേവിയാൽ ജഗദാത്മശക്തിയ, ജഗത്തിൻ്റെ മുഴുവൻ ആത്മസ്വരൂപിയായിരിക്കുന്ന അല്ലെങ്കിൽ ജഗത് രക്ഷണ തൽപരയായിട്ടുള്ള ദേവി ഇപ്രകാരം മഹിഷാസുരനെ മറ്റുള്ള അസുര സൈന്യത്തെയും ഒക്കെ നിഗ്രഹിച്ചതിന് ശേഷം, തതഃ അനന്തരം, അപ്പോൾ അതിന് ശേഷം നിശേഷ ദേവഗണശക്തി സമൂഹമൂർത്തിയ. നിശേഷ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരും, അതേപോലെ
ദേവഗണ ശക്തി സമൂഹമൂർത്തി, അതായത് ആ ദേവന്മാരുടെ എല്ലാ സൈന്യവും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ചേർന്നിട്ട് വലിയൊരു വിഭാഗം ആളുകൾ തന്നെ അവിടെ വന്നു. എന്നിട്ടോ നമ്മൾ അതേപോലെ തന്നെയാണ് അവിടെ ഈ അഷ്ടവസ്തുക്കൾ, അശ്വിനി ദേവന്മാർ, ഈ ഗണങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ധാരാളം പേര് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ദേവന്മാർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലുമുള്ളവർ, ഏകാദശ രുദ്രന്മാർ, അഷ്ടവസുക്കൾ, അതേപോലെ ദ്വാദശ ആദിത്യന്മാരെല്ലാവരും അവിടെ എത്തിച്ചേർന്ന്. എന്നിട്ട് താം അംബികാം അഖിലദേവ മഹർഷി പൂജ്യാം, താം അംബികാം, ആ ജഗദംബികയെ അഖിലദേവ മഹർഷി പൂജ്യാം, മഹർഷിമാരും അതേപോലെ ദേവന്മാരുമൊക്കെ വേണ്ട വിധത്തിൽ തന്നെ പൂജകളൊക്കെ ചെയ്തു. ഭക്ത്യാ നദാസ്മ വിദധാതു ശുഭാനി സാനഹ, ഭക്ത്യാ നദാസ്മ, അത്യധികം ഭക്തിയോടുകൂടി അവർക്ക് ആ സമയത്ത് അനുഭവിക്കുന്ന ആ ഒരു ആനന്ദാതിരേകത്താൽ, സന്തോഷം കൊണ്ട് തന്നെ അവർ എല്ലാം മറന്ന് കണ്ണും മനസ്സും വചസ്സും ശിരസ്സും ഉരസ്സും എല്ലാം തന്നെയും ദേവിയെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഏകാഗ്രമാക്കി ദേവിയുടെ ആ ഒരു സ്തുതിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ദേവിയെ സ്തുതിച്ചു. ഇവിടെ വിദധാതു ശുഭാനി സാനഹ, നഹ എന്നാൽ ഞങ്ങൾക്ക് ശുഭാനി, ഞങ്ങൾക്ക് മംഗളത്തെ വരുത്തണമേ, ശുഭഫലങ്ങളെ തരയണമേ, ആപത്തൊന്നും ഉണ്ടാകരുതേ എന്ന് എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും, അഖില ദേവ മഹർഷി പൂജ്യം, എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും ദേവിയെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിക്കപ്പെട്ട ദേവിയെ അവർ ഭക്തിയോടുകൂടി തന്നെ നദാസ്മ, നമസ്കരിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഒരു ശ്ലോകം വിട്ടുപോയി, ആദ്യത്തെ ശ്ലോകം, അതിനും പറഞ്ഞിട്ട് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ശക്രാദയ സുരഗണാ നിഹതേതി വീര്യെ തസ്മിൻ ദുരാത്മനി സുരാരിബലേ ച ദേവ്യ താം തുഷ്ടുവു പ്രണതി നമ്രശിരോധരാം സാ വാഗ്ഭിഃ പ്രഹർഷ പുളകോദ്ഗമചാരുദേഹ. ശക്ര ആദയ, ശക്രൻ ആദ്യ, ദേവേന്ദ്രൻ ആദിയായ സുരഗണ, ദേവന്മാരെല്ലാവരും നിഹതേ അതിവീര്യെ, ഏറ്റവും അതിവീര്യവാനായിട്ടുള്ള ആ അസുരനെ നിഹതേ നിഗ്രഹിച്ചത് കണ്ടിട്ട് തസ്മിൻ ദുരാത്മനി സുരാരിബലേ ച ദേവ്യ, തസ്മിനാ ദുരാത്മനി സുര അരിബലേ ച ദേവ്യ, സുരന്മാരുടെ ശത്രുവായിട്ടുള്ള, ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള ആ അതിവീര്യവാനായിട്ടുള്ള മഹിഷാസുരനെ നിഗ്രഹിച്ചത് കണ്ടിട്ട് ദേവിയെ താം തുഷ്ടുവു പ്രണതി നമ്ര ശിരോധരാം സ, അത്യധികം തുഷ്ടുവു സ്തുതിച്ചു, പ്രണതി നമ്ര ശിരോധരാം സ, നന്നായി നമ്രശിരോധരാംസ, എങ്ങനെ നമിച്ചു എന്നാണെങ്കിൽ ദണ്ഡനമസ്കാരം തന്നെയാണ് ചെയ്തത്. അതായത് എല്ലാ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും ഒക്കെ തന്നെയും ഭൂമിയോട് ചേർത്ത് ദേവിയെ വീണങ്ങോട്ട് നമസ്കരിച്ചു. വാഗ്ഭി പ്രഹർഷ പുളകോദ്ഗമചാരുദേഹ, വാഗ്ഭി അവരുടെ ആ ഒരു ദേവിയെ സ്തുതിക്കുന്ന, അതായത് പൂർണ്ണമായും ഏകാഗ്രമാക്കിക്കൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ഏകാഗ്രമാക്കി ദേവിയെ സ്തുതിച്ചു കൊണ്ടിരുന്ന അവരുടെ ആ സ്തുതിവചനങ്ങളിൽ തന്നെ അവർ ആ ആനന്ദം അനുഭവിച്ചു. പ്രഹർഷ പുളകോദ്ഗമചാരുദേഹ, ആ സന്തോഷം കൊണ്ട് തന്നെ, സന്തോഷാധിക്യം കൊണ്ട് തന്നെ അവരാകെ പുളകം കൊള്ളുകയും അതുവഴി ചാരുദേഹ, അവരുടെ ദേഹമൊക്കെ സുന്ദര, ചാരു എന്ന് പറഞ്ഞാൽ മനോഹരം, സുന്ദരം, സുന്ദര രൂപികളായിട്ട് ദേവന്മാരൊക്കെ മാറുകയും ചെയ്തു. ഇതുവരെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒളിത്താവളങ്ങളിൽ കഴിയുന്നത് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ അവരെ തന്നെ ശ്രദ്ധിക്കാതെ, തന്നെയല്ല ഒരു സങ്കടക്കടലിൻ്റെ നടുക്കായിരുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ഈ ഒരു കഷ്ടതയെ അനുസ്മരിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു സന്തോഷവും ഉണ്ടായില്ല. ഇപ്പോഴാകട്ടെ ആ സന്തോഷത്തിൻ്റെ അതിരേകം കൊണ്ട് തന്നെ അവർ സുന്ദരരൂപികളായി മാറി. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്.
യസ്യാ പ്രഭാവമതുലം ഭഗവാനനന്തോ ബ്രഹ്മഹരശ്ച നഹി വക്തുമലം ബലം ച സാ ചണ്ഡികാഖിലജഗത്പരിപാലനായ നാശായ ചാശുഭഭയസ്യ മതിം കരോതു. യസ്യാ പ്രഭാവമതുലം ഭഗവാനനന്തോ ബ്രഹ്മഹരശ്ച നഹി വക്തുമലം ബലം ച. യസ്യാ പ്രഭാവമതുലം, യാതൊരു ദേവിയുടെ പ്രഭാവമാണോ അതുലമായിട്ടുള്ളത്, തുലനം ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ളത്, തുല്യതയില്ലാത്തതായിട്ടുള്ള ആ പ്രഭാവത്തെയും, അതേപോലെ ഭഗവാൻ അനന്തോ വക്തും അലം ബലം ച, ആ ബലത്തെയും, ബലം ച അപ്പോൾ പ്രഭാവത്തെയും ബലത്തെയും ഭഗവാൻ അനന്തോ ബ്രഹ്മ ഹരശ്ച നഹി വക്തുമലം. ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ആ ബലത്തെയും പ്രഭാവത്തെയും സാക്ഷാൽ 1000 നാവുള്ള അനന്തമൂർത്തിക്കു പോലും, തന്നെയല്ല ബ്രഹ്മാവിനാകട്ടെ, ഹരൻ എന്നാൽ ശിവനാകട്ടെ നഹി വക്തും പറയുക സാധ്യമല്ല, പ്രകീർത്തിക്കുക സാധ്യമല്ല എത്ര വിചാരിച്ചാലും. കാരണം അത്രമാത്രം ബലവും പ്രഭാവവുമുള്ള ജഗദംബികെ ദേവി, അവിടുന്ന് ഇവിടെ പറയാ സാ ചണ്ഡിക അഖില ജഗത് പരിപാലനായ, സാ അങ്ങനെയുള്ള ചണ്ഡിക അഖില ജഗത് പരിപാലനായ, അല്ലയോ ചണ്ഡികാദേവി, സർവ്വജഗത്തിനെയും പരിപാലനം ചെയ്യുന്ന ചണ്ഡികാദേവി, അവിടുന്ന് നാശായ ച അശുഭഭയസ്യ മതിം കരോതു. നാശായ എല്ലാ തരത്തിലുള്ള പറഞ്ഞ ച അശുഭഭയസ്യ, അശുഭ സഞ്ചയങ്ങൾക്ക് തന്നെ വിനാശം ചെയ്താലും, അശുഭം സംഭവിക്കുമോ എന്നുള്ള ഭയത്തെ തന്നെ, അങ്ങനെയുള്ള മതിം ബുദ്ധിയെ തന്നെ നശിപ്പിച്ചു തന്നാലും, ഇല്ലാതെയാക്കി തന്നാലും. നമ്മൾ പറഞ്ഞു ഈ ഒരു അധ്യായം പ്രധാനമായും ദേവിയെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ആദ്യം സ്തുതിക്കുക, പിന്നെ നമസ്കരിക്കുക, മൂന്നാമതായിട്ടാണ് ആവശ്യം പറയുന്നത്, അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇവിടെ ആ സ്തുതി തന്നെ, സ്തുതിയും അതേപോലെ ആദ്യം നമസ്കരിച്ചു, നന്നായിട്ടെന്ന് പറഞ്ഞു, പിന്നീടുള്ള സ്തുതിയും തങ്ങളുടെ അപേക്ഷയും ഒന്ന് തന്നെയാണ് ഓരോ ശ്ലോകത്തിലും എന്ന് കാണാം. ഇത് തന്നെയാണ് സ്തുതിയും. കാരണം അങ്ങനെയുള്ള അശുഭ ചിന്തകളെ ഇല്ലാതെയാക്കാനും സാക്ഷാൽ ജഗദംബികയായ ദേവിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ചാമുണ്ഡി ദേവിയോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളുടെ ഉള്ളിലെ അശുഭകരങ്ങളായ ചിന്തകളെ, അല്ലെങ്കിൽ അശുഭം സംഭവിക്കുമോ എന്ന് ഭയം ഉളവാക്കുന്നതായ ബുദ്ധിയെ തന്നെ അവിടുന്ന് ഇല്ലാതെയാക്കി തരേണമേ. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. യാ ശ്രീ സ്വയം സുകൃതിനാം ഭവനേഷ്വലക്ഷ്മി പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സദാം ഹൃതികുലപ്രഭവസ്യ ലജ്ജാ താം ത്വാം നതാസ്മ പരിപാലയ ദേവി വിശ്വം. ഇവിടെ ഹൃതികുലപ്രഭവസ്യ എന്നുള്ളിടത്ത് കുലജനപ്രഭവസ്യ എന്നും ചില ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാം. ഇവിടെ പറയുകയാണ്, യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു. യാതൊരു ദേവിയാണോ ശ്രീ സ്വയം തന്നെത്താനെ സ്വയം ശ്രീയായിട്ട്, ലക്ഷ്മി ഭഗവതിയായിട്ട്, സുഹൃതിനാം ഭവനേഷു സുഹൃതികളുടെ ഭവനത്തിൽ, ഗൃഹങ്ങളിൽ തന്നെ ദേവി പോയി ലക്ഷ്മി ദേവിയായി വസിക്കുന്നത്. അതേസമയം ഭവനേഷു അലക്ഷ്മി പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധി. പാപാത്മാക്കളുടെ, അതായത് ദുഷ്ടബുദ്ധിയുള്ളവരുടെ, ധർമ്മബുദ്ധി ഇല്ലാത്തവരുടെ ഗൃഹങ്ങളിലാകട്ടെ അലക്ഷ്മിയായിട്ട്, ജ്യേഷ്ഠാസ്വരൂപിണിയായിട്ട് വർത്തിക്കുന്നത്. എന്നിട്ട് അവരുടെ ഹൃദയങ്ങളിലൊക്കെ അങ്ങനെ ദുഷ്ടബുദ്ധിയായി വർത്തിച്ചുകൊണ്ട്, ആ ദുഷ്ടബുദ്ധി കൊണ്ട് തന്നെ അവരുടെ സർവനാശവും വരുത്തുന്ന അല്ലയോ ഭഗവതി, ശ്രദ്ധാസതാം ഹൃതികുലപ്രഭവസ്യ ലജ്ജ, അല്ലെങ്കിൽ കുലജനപ്രഭവസ്യ ലജ്ജ,
നല്ല കുലങ്ങളിൽ ജനിച്ച ജനങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുലം എന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ വികാര വിചാരങ്ങളാണ് നമ്മുടെ കർമ്മങ്ങളായി രൂപാന്തരപ്പെടുന്നത്, നമ്മുടെ വാസനകളാണ്. ആ വാസനയാണ് ഇവിടെ കുലം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. കാരണം ആ വാസനകൾ നല്ലതായിരുന്നാൽ നമ്മളൊക്കെ സ്വാഭാവികമായും സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും എത്തിപ്പെടുക. നമ്മുടെ കർമ്മങ്ങളൊക്കെ സജ്ജന സമാനമായിട്ടുള്ളവയായിരിക്കും. എന്നാൽ വാസനകൾ മോശമായിരുന്നാൽ നമ്മുടെ കർമ്മങ്ങളൊക്കെയും ദുഷ്കർമ്മങ്ങളായിട്ട് മാറും. ഇവിടെ പറയാം ഹൃദികുല പ്രഭവസ്യ ലജ്ജ. അപ്പോൾ അങ്ങനെ ഓരോരോ നല്ല കാര്യങ്ങളിൽ ബുദ്ധി ചെലുത്തിയിരിക്കുന്നവരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വേണ്ടത് മാത്രം തോന്നിപ്പിക്കുന്ന അങ്ങനെയുള്ള ദേവി വിദ്യ കൊണ്ടും കർമ്മം കൊണ്ടും ഉൽപ്പത്തി കൊണ്ടുമൊക്കെ ശുദ്ധന്മാരായിട്ടുള്ള സത്തുക്കളുടെ ഹൃദയത്തിൽ ഹൃദികുല പ്രഭവസ്യ ലജ്ജ, ഹൃദയത്തിൽ സതാം എന്നാൽ സജ്ജനങ്ങളുടെ അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ പ്രഭവസ്യ ലജ്ജ, ശുദ്ധന്മാരായ സത്തുക്കളുടെ ഹൃദയത്തിൽ ശ്രദ്ധയെ ഉണ്ടാക്കുന്ന ദേവി, അങ്ങനെയുള്ള താം ത്വാം നദാസ്മ പരിപാലയ ദേവി വിശ്വം. ഇവിടെ ലജ്ജ എന്നതുകൊണ്ട് ദേവിയെക്കുറിച്ച് പറയുന്നത് ആഭിജാത്യമുള്ള മനുഷ്യർക്ക് ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ഭഗവതി. കാരണം നമ്മൾ അരുതാത്തത് ചെയ്യുന്നിടത്തെ നമുക്ക് ലജ്ജയുണ്ടാവേണ്ടു, തല കുനിക്കേണ്ടു, കുറ്റബോധം ഉണ്ടാകേണ്ടു. ദേവിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മം, സത്യം എന്നൊക്കെയുള്ളത് ദേവിയുടെ രൂപം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ലജ്ജാരൂപിണി താം ത്വാം നദാസ്മ പരിപാലയ ദേവി വിശ്വം. ഈ പരിപാലിക്കണമേ, കാത്തുകൊള്ളണമേ, രക്ഷിക്കണമേ ദേവി. താം ത്വാം നദാസ്മ, അതായത് അങ്ങനെയൊക്കെ പലതരത്തിൽ ഈ ലോകത്തെ രക്ഷിക്കുന്നതായിട്ടുള്ള അല്ലയോ ജഗദംബികെ, അവിടുത്തെ ഞാൻ നദാസ്മ, ഞങ്ങൾ നമസ്കരിക്കുന്നു. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. കിം വർണ്ണയാമ തവ രൂപമചിന്യമേതത് കിം ചാതിവീര്യമസുരക്ഷയകാരി ഭൂരി കിം ചാഹവേഷു ചരിതാനി തവാത്ഭുതാനി സർവേഷു ദേവ്യസുര ദേവഗണാദികേഷു കിം വർണ്ണയാമ തവ രൂപമചിന്യമേതത്. അചിന്യം ഏതത് രൂപം, നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള, സാധ്യമല്ലാത്തതായിട്ടുള്ള അവിടുത്തെ തവ രൂപം, അല്ലയോ ദേവി അവിടുത്തെ രൂപം ഞങ്ങൾക്ക് എങ്ങനെയാണ് വർണ്ണിക്കുവാൻ കഴിയുന്നത്? കിം വർണ്ണയാമ, എങ്ങനെയാണ് ഞങ്ങൾക്കത് പറയാൻ കഴിയുക? നമുക്കൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയാത്തതായിട്ടുള്ള അത്രമാത്രം കാന്തിയും പ്രഭാവവും സൗന്ദര്യവും ഒക്കെ ഒത്തുചേർന്ന ആ രൂപത്തെ ഞങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കുക? കിഞ്ചാതിവീര്യം അസുരക്ഷയകാരി ഭൂരി, കിംച അതിവീര്യം അസുരക്ഷയകാരി ഭൂരി. അതേപോലെ തന്നെ അവിടുത്തെ ആ ഒരു വീര്യമാഹാത്മ്യവും വർണ്ണനാസാധ്യമല്ല. കാരണം എങ്കിലും ഇവിടെ എന്നിട്ടും പറഞ്ഞു, വളരെ കുറച്ച് മാത്രമാണെങ്കിൽ, വളരെയധികം അസുരന്മാർക്ക് നാശത്തെ വരുത്തിയതായിട്ടുള്ള ആ അസുരന്മാർക്ക് മാത്രമേ ദേവി അങ്ങയുടെ ആ പ്രഭാവത്തിൻ്റെ അവിടുത്തെ ആ ബലത്തിൻ്റെ വൈഭവം ശരിക്കും മനസ്സിലായിട്ടുള്ളൂ. ഞങ്ങൾക്കത് പൂർണ്ണമായും അറിയില്ല. ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കാനാണ്? കിം ചാഹവേഷു ചരിതാനി തവാത്ഭുതാനി. അങ്ങനെയുള്ള ഈ ദേവിയുടെ യുദ്ധചരിത്രത്തെ ഞങ്ങൾക്ക് വർണ്ണിക്കാനൊന്നും ആവില്ല. അതെങ്ങനെ ഞങ്ങൾ വർണ്ണിക്കുക? അവിടുത്തെ ആ ഒരു ചരിതത്തെ ഞങ്ങൾക്ക്, അതും അത്യത്ഭുതകരമായിട്ടുള്ള തവ അത്ഭുതാനി, അവിടുത്തെ ആ അത്ഭുതകരമായ ചരിതത്തെ ഞങ്ങൾക്ക് അറിയില്ല ദേവി പൂർണ്ണമായും. ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കാനാണ്? അങ്ങനെയുള്ള ആ ദേവിയെ സർവേഷു ദേവി അസുര ദേവഗണാർച്ചിതേഷു, എല്ലാ അസുരഗണങ്ങളും ദേവഗണങ്ങളുമൊക്കെ അതുകൊണ്ട് തന്നെയാണല്ലോ ദേവി അവിടുത്തെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ അവിടുത്തെ പുഷ്പാർച്ചന നടത്തിയത്.
അങ്ങനെയുള്ള ജഗത് പരിപാലകയായിട്ടുള്ള അലയോ ദേവി, അലയോ മഹാദേവി, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ. നമ്മൾ പറഞ്ഞു ഓരോ സ്തുതിയും അതിനോടൊപ്പം ആവശ്യവും കൂടി പറയാതെ പറഞ്ഞുകൊണ്ടുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ ദേവന്മാർക്കൊക്കെ നന്നായിട്ടറിയാൻ ദേവിയായി അവതരിച്ചത് തന്നെ ദേവകാര്യാർത്ഥമാണ്, അസുര നിഗ്രഹത്തിനായിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള അലയോ ജഗദംബികയെ അവിടുത്തെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളെ രക്ഷിക്കണമേ. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ഹേതു സമസ്ത ജഗതാം ത്രിഗുണാപി ദോഷൈ ന ജ്ഞായസേ ഹരിഹരാദിഭിരപ്യപാരാം സർവാശ്രയാഖിലമിദം ജഗദംശഭൂതം അവ്യാകൃതാ ഹി പരമാ പ്രകൃതിസ്ത്വമാദ്യാം. ഹേതു സമസ്ത ജഗതാം ത്രിഗുണാഭിദേവൈ. അല്ലയോ ശ്രീമൂല പ്രകൃതിയായിട്ടുള്ള ഭഗവതി, അവിടുന്ന് സർവജഗത്തിനും സമസ്ത ജഗതാം ത്രിഗുണാഭി ഹേതു, ഈ സമസ്ത എല്ലാ ജഗത്തിനും കാരണഭൂതയായിട്ടുള്ള 3 ഗുണങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ള അലയോ ഭഗവതി, ന ജ്ഞായസേ ഹരിഹരാദിഭിരപ്യപാര. ഹരിഹരാദിഭിരപി അപാര. അങ്ങനെ അല്ലയോ സത്വരജസ്തമോ രൂപിണിയായിട്ടുള്ള 3 ഗുണങ്ങളും രൂപമെടുത്തവളായിട്ടുള്ള അലയോ ഭഗവതി, അവിടുത്തെ ഈ ഒരു മഹത്വത്തെ ന ജ്ഞായസ്യ അറിയുന്നില്ല. ആര്? ഹരിഹരാദിഭി അപി, ഹരിയും ഹരനും പോലും അറിയുന്നില്ലല്ലോ ദേവി. സർവാശ്രയാഖിലമിദം ജഗദംശഭൂതം അവ്യാകൃതാഹി പരമ പ്രകൃതിസ്ത്വമാദ്യ. സർവാശ്രയാഖിലമിദം, എല്ലാവർക്കും സർവചരാചരങ്ങൾക്കും ആശ്രയമായിട്ടുള്ള ആശ്രയഭൂതയും, അതുപോലെ ജഗദംശഭൂതം അവ്യാകൃതാഹി പരമ, ഈ അംശഭൂത, ഈ സർവജഗത്തിനും അംശഭൂതയായിട്ടിരിക്കുന്നതും ആശ്രയഭൂതയും അംശഭൂതയുമായിട്ടിരിക്കുന്നതുമായിട്ടുള്ള അലയോ ദേവി, അവ്യാകൃതാഹി പരമാ പ്രകൃതിസ്ത്വമാ ആദ്യ. അങ്ങനെയുള്ള അലയോ ദേവി വികാരരഹിതയും അതുപോലെ തന്നെ പരമ എന്നാ പറഞ്ഞത് സർവോത്കൃഷ്ടയുമായിട്ടുള്ള ദേവിയും അവിടുന്ന് തന്നെയാണ് പ്രകൃതി ത്വം ആദ്യ, ആദ്യപ്രകൃതിയായിട്ടുള്ള ആദ്യ പരാശക്തിയായിട്ടുള്ള അലയോ ദേവി, അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. യസ്യാ സമസ്തസുരതാ സമുദീരണേന തൃപ്തിം പ്രയാതി സകലേഷു മഖേഷു ദേവി സ്വാഹാസി വൈ പിതൃഗണസ്യ ച തൃപ്തിഹേതു ഉച്ചാര്യസേ ത്വമത ഏവ ജനൈ സ്വഥാ ച. യസ്യാ സമസ്തസുരതാ സമുദീരണേന. സമസ്തസുരത, യസ്യ യാതൊരു, സമസ്തസുരത എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും സമസ്തത്തിലും, സുരത നല്ലവണ്ണം, അതായത് നല്ലവണ്ണം, സുരത എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്ന, നല്ലവണ്ണം ചേർന്നിരിക്കുന്ന, പിരിച്ചെടുക്കാൻ നമുക്ക് വേർപെടുത്തിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ സർവചരാചരങ്ങളോടും ചേർന്നിരിക്കുന്നതായിട്ടുള്ള അലയോ ദേവി, തൃപ്തിം പ്രയാതി സകലേഷു മഖേഷു ദേവി. സകല മഖമെന്നാൽ യാഗം, സകല യാഗങ്ങളിലും സകല സന്ദർഭങ്ങളിലും, അതായത് എല്ലാ യാഗസന്ദർഭങ്ങളിലും അമ്മയെ അവിടുന്ന് സത്യമായും അതേപോലെ തന്നെ സമ്യക്കായിട്ടുമൊക്കെ ദേവി അവിടുത്തെ ആ തൃപ്തിയെ പ്രാപിക്കുന്നതായിട്ടുള്ള മന്ത്രമായി ഭവിക്കുന്നതും അമ്മേ അവിടുന്ന് തന്നെയാണ്. അതിന് ഒന്നുകൂടി എടുത്തു പറയാണ്, സ്വാഹാസി സ പിതൃഗണസ്യ ച തൃപ്തിഹേതോരുച്ചാര്യസേ ത്വമത ഏവ ജനൈ സ്വഥാ ച. അതായത് സകല യാഗങ്ങളിലും സ്വാഹ എന്ന നാമത്തോടുകൂടി അമ്മ അവിടുത്തെ പ്രീതിക്ക് വേണ്ടിയാണ്
ഓരോന്നും നമ്മൾ അർച്ചിക്കുന്നത്. അങ്ങനെ സ്വാഹ എന്ന പേരിൽ അറിയപ്പെടുന്നതും എന്നുച്ചരിക്കപ്പെടുന്നതും ദേവി അവിടുന്ന് തന്നെയാണ്. കഴിഞ്ഞില്ല. പിതൃഗണസ്യ ച തൃപ്തിഹേതോ, പിതൃഗണങ്ങളുടെ തൃപ്തിക്കായിക്കൊണ്ട് ഉച്ചാര്യസേ ത്വം അത ഏവ ജനൈ സ്വധാച, അവിടുത്തെ തന്നെയാണ്. ത്വം അത ഏവ ജനൈ സ്വധാച, സ്വധ എന്ന സജ്ജനങ്ങൾ ഒരു പിതൃയാഗം നടത്തുമ്പോൾ, പിതൃയജ്ഞം നടത്തുമ്പോൾ പിതൃഗണങ്ങളുടെ തൃപ്തിക്കായി ഉച്ചരിക്കുന്നതും ദേവി അവിടുത്തെ നാമം തന്നെയാണ്. രണ്ടും അവിടുന്ന് തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലായിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പല നാമങ്ങളിൽ ഉച്ചരിക്കപ്പെടുന്നത് ജഗദംബികയായ അവിടുത്തെ നാമം തന്നെയാണല്ലോ. അങ്ങനെയുള്ള ദേവി അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അവിടുന്ന് രക്ഷിക്കണമേ. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. യാ മുക്തിഹേതുരവിചിന്യ മഹാപ്രഭാവൈരഭ്യസ്യതേ സുനിയതേന്ദ്രിയസത്വസാരൈ മോക്ഷാർത്ഥിഭിർമുനിഭിരസ്തസമസ്തദോഷൈ വിദ്യാസി സാ ഭഗവതി പരമാഹി ദേവി. യാ മുക്തിഹേതുരവിചിന്യ മഹാവൃതാത്വം, യാതൊരു ദേവിയാണോ മുക്തിഹേതു, മുക്തിക്ക് കാരണമായി അവിചിന്യ മഹാവൃതാത്വം, അപ്പോൾ മുക്തിക്ക് കാരണമായിട്ടുള്ള ആ പരമമായ വിദ്യ അവിടുന്ന് തന്നെയാവുന്നു. പിന്നെയോ ഈ ഇവിടെ മഹാവൃതം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാം, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ വേർപെടുത്തി യാതൊന്നിലേക്ക് മനസ്സിനെ നിർത്തിയാലാണോ അത് പരിപൂർണമാകുന്നത്. അങ്ങനെയുള്ള അത് തന്നെയാണ് മുക്തിക്ക് ഹേതുവായി ഭവിക്കുന്നത്. അത് അമ്മേ ദേവി ത്വം അവിടുന്ന് തന്നെയാണല്ലോ. അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരേ, അതായത് മനസ്സുകൊണ്ട് നമുക്ക് നിരൂപിക്കുവാൻ പോലും കഴിയാത്തതായിട്ടുള്ള ആ സാമർഥ്യ അതിശയത്തോടു കൂടിയതും, അതേപോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അതിനതീതമായിട്ടുള്ളതിനും തത്വസാരമായി വർത്തിക്കുന്നതും യാതൊന്നാണോ മോക്ഷാർത്ഥിഭിർ മുനിഭിരസ്തസമസ്തദോഷൈ, മോക്ഷത്തിനായിക്കൊണ്ട് അതിൽ ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന മഹർഷിമാരെ മുനിഭിഹി അസ്തസമസ്തദോഷൈ, എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തരാവുന്നു. കാരണം എല്ലാ ദോഷങ്ങളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലാണ് അവരുടെ ലക്ഷ്യം മുഴുവൻ, ശ്രദ്ധ മുഴുവൻ ഇരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അല്ലയോ ഭഗവതി, വിദ്യാസിസാ ഭഗവതി പരമാഹി ദേവി, അതിനവരാശ്രയിക്കുന്നതും സാക്ഷാൽ ബ്രഹ്മവിദ്യാരൂപിണിയായിട്ടുള്ള ദേവിയെയാണല്ലോ മഹർഷിമാരാശ്രയിക്കുന്നത് മുക്തിക്ക് വേണ്ടിയിട്ട്, മോക്ഷഹേതു ആയിട്ട്. അങ്ങനെയുള്ള ഭഗവതി അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു, അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഇനി 10ാമത്തെ ശ്ലോകമാണ്. ശബ്ദാത്മിക വിപുലമൃഗ്യജുഷാം നിധാനമുദ്ഗീതരമ്യ പദപാഠവതാം ച സാംനാം ദേവീ ത്രയീ ഭഗവതി ഭവഭാവനായ വാർത്താ ച സർവജഗതാം പരമാർത്ഥിഹന്ത്രി. ശബ്ദാത്മിക, അതായത് ശബ്ദരൂപത്തിൽ, വാക്കിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ശബ്ദങ്ങൾക്ക് ആത്മാവായി വർത്തിക്കുന്നവൾ. എങ്ങനെ? വിപുലം ഋഗ് യജുഷാം നിധാനമുദ്ഗീതരമ്യ പദപാഠവതാം ച സാംനാം. ഇവിടെ വിപുലം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിൽ കുടികൊള്ളുന്നതായിട്ടുള്ള എന്തിൽ? ഋഗ് യജുഷാം, ഋഗ്വേദങ്ങൾക്കും യജുർവേദങ്ങൾക്കും നിധാനമായിട്ടുള്ള ഉദ്ഗീതരമ്യ പദപാഠവതാം ച സാംനാം, കഴിഞ്ഞില്ല, സാമവേദങ്ങൾക്കും ഒക്കെ അതിവിശിഷ്ടമായിട്ടുള്ള, അതേപോലെ ഉദ്ഗീതരമ്യ രമ്യവുമായിട്ടുള്ള, അതിലൊക്കെ ഉദ്ഗീത എന്ന് പറഞ്ഞാൽ ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ
പറയപ്പെടുന്നതായിട്ടുള്ള മഹത്തായ പദപാഠവതാം, ആ പദങ്ങളും പാഠങ്ങളും ഒക്കെയും ദേവി സാമവേദങ്ങളിലും ഋഗ്വേദങ്ങളിലും യജുർവേദങ്ങളിലുമൊക്കെ ഗാനരൂപത്തിലും അക്ഷരരൂപത്തിലും പദങ്ങളുടെ രൂപത്തിലും പാഠങ്ങളുടെ രൂപത്തിലും ഒക്കെ നിൽക്കുന്നത് ആ ശബ്ദാത്മിക ശബ്ദബ്രഹ്മ പ്രണവസ്വരൂപമായിട്ടുള്ള അല്ലയോ വേദത്രയീ രൂപമായി സ്ഥിതി ചെയ്യുന്ന അല്ലയോ ഭഗവതി, ദേവീത്രയീ ഭഗവതി എന്ന് പറഞ്ഞാൽ മൂന്ന് വേദങ്ങളും അമ്മ തന്നെയാണ് രൂപമെടുത്തിരിക്കുന്ന അങ്ങനെയുള്ള അല്ലയോ ഭഗവതി, ഭവഭാവനായ വാർത്താച സർവജഗതാം പരമാർത്ഥിഹന്ത്രേ, സർവജഗത്തിൻ്റെയും എല്ലാ ജഗത്തിൻ്റെയും പരമാർത്ഥിഹന്ത്രി. ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം, എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും അവിടുന്ന് ഇല്ലാതെയാക്കുന്നു. അങ്ങനെ സംസാര സുഖവർദ്ധനത്തിന് വേണ്ടിക്കൊണ്ട് എല്ലാ ജന്തുക്കളുടെയും അതിയായ ദുഃഖത്തെ ശമിപ്പിക്കുന്നതായിട്ടുള്ള പരമാർത്ഥിഹന്ത്രിയായിട്ടുള്ള അലയോ ഭഗവതി, അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.